ഹലോ മമ്മീസ് ആൻഡ് ഡാഡീസ്, എല്ലാവർക്കും നെറ്റ്വൻമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ബനാന ബ്രെഡാണ്. ബനാന ബ്രെഡ് എന്നാണ് ഇതിന് പറയുന്നത് എങ്കിലും ഇത് ആക്ച്വലി ഒരു കേക്ക് തന്നെയാണ്. ഈ കേക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പഞ്ചസാരയോ മൈദയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്കും വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു സ്നാക്കായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകുന്നൊരു സ്നാക്കായിരിക്കും. ഞങ്ങളുടെ മോൾക്ക് ഇത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പഴമാണ്. ഞാനിവിടെ റോബസ്റ്റ വെറൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഈ റെസിപ്പിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം റോബസ്റ്റ വെറൈറ്റി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനിവിടെ 3 മീഡിയം സൈസ്ഡ് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കിൻ്റെ പുറകെ വശം ഉപയോഗിച്ചാണ് ഞാൻ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നത്. ചെറിയ പഴത്തിൻ്റെ ഒരു ചങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിലും സാരമില്ല. അത് കേക്കായിട്ട് വരുമ്പോഴത്തേക്കും അത് കഴിക്കാനായിട്ട് നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഈ ഫോർക്ക് ഉപയോഗിച്ച് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതിയാവും. അത് മാഷ് ചെയ്ത ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. അടുത്തതായി ചേർക്കുന്നത് 1/4 കപ്പ് ശർക്കര ഞാൻ അല്പം വെള്ളത്തിൽ അരിച്ചെടുത്തതാണ്. ഇത് അലിയിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ധാരാളം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അതുപോലെ ധാരാളം ചൂടാക്കുകയും ചെയ്യരുത്. ഒന്ന് ചെറുതായി ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് അലിയിച്ചെടുത്താൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. നമ്മൾ ബട്ടറൊന്നും ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് ഒരു വയർ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതുപോലത്തെ വയർ വിസ്ക് ഉണ്ടെങ്കിൽ മതി. ഇപ്പോൾ വയർ വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് 1 കപ്പ് ഹോൾ വീറ്റ് ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ്. ഇതിനകത്ത് അല്പം പോലും മൈദ ചേർന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് ഗോതമ്പ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ സിനമൺ പൗഡറാണ്, അതായത് പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ. അടുത്തതായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വയർ വിസ്ക് ഉപയോഗിച്ച് തന്നെയാണ് വീണ്ടും മിക്സ് ചെയ്യേണ്ടത്. അധികം മിക്സ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതിയാവും. സ്പൂൺ ഉപയോഗിച്ചാണെങ്കിലും ഫോൾഡിംഗ് മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഈ വാനില എസൻസ് ആക്ച്വലി നമുക്ക് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത സമയത്ത് തന്നെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ചേർക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അതും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബ്രെഡ് പാനാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ പാൻ തന്നെ വേണമെന്നില്ല, നമുക്ക് നോർമൽ റൗണ്ട് ബേക്കിംഗ് ഡിഷ് തന്നെ മതിയാവും. എന്നിട്ട് അത് ഞാനൊരു ബേക്കിംഗ് പേപ്പർ കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് പേപ്പറും കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ഡിഷിലോട്ട് ഇനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് തട്ടി എടുക്കാം. 2-3 പ്രാവശ്യം നമുക്കൊന്ന് തട്ടിയെടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാനിത് എൻ്റെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു 35 to 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓരോ ഓവൻ്റെ സൈസ് അനുസരിച്ചും ഈ ടൈം എന്ന് പറയുന്നത് വേരി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ടൊരു വയർ റാക്കിലേക്ക് മാറ്റാം. ഇതിപ്പം വയർ റാക്കില്ലെങ്കിൽ സാരമില്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൂൾ ആയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ടേസ്റ്റിയും ഡെലീഷ്യസും ആയിട്ടുള്ള നമ്മുടെ ബനാന ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള കേക്കാണ്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.